വയനാട് പുൽപ്പള്ളി അമ്പലത്തിലെ ഉത്സവത്തിനിടയിൽ ആന ഇടഞ്ഞ ഒരു രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആന ഇടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരാള് ആനയുടെ അടിയിലായി പെട്ടുപോയി. ഈ ആനകളെ വെറും മൃഗങ്ങളായല്ല, മറിച്ച് കുടുംബാംഗങ്ങളെ പോലെ കരുതുന്ന വലിയൊരു വിഭാഗം ആനപ്രേമികൾ നമുക്കിടയിലുണ്ട്. പല ആനപ്രേമികളും പാപ്പാന്മാരും തങ്ങളുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഈ ഗജവീരന്മാർക്കായി മാറ്റിവെച്ചവരാണ്. ഇത്തരം ഉത്സവങ്ങൾക്ക് വിളിക്കുന്നതുകൊണ്ടാണ് പല ആനകൾക്കും കൃത്യമായി ഭക്ഷണവും ചികിത്സയും പരിചരണവും ലഭിക്കുന്നത്. ആനയെ സ്വന്തം ജീവനെ പോലെ സ്നേഹിക്കുന്ന ഉടമകളും ആരാധകരും ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കേരളത്തിലെ ഉത്സവങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് ആനച്ചന്തമാണ്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരില്ലാത്ത പൂരം മലയാളിക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമാണ് എന്നത് കേരള തനിമയാണ്. ക്ഷേത്രാചാരങ്ങളുമായി ആനകളുടെ നൂറ്റാണ്ടുകളായുള്ള ബന്ധം ഭഗവാന്റെ തിടമ്പേറ്റാൻ ആന വേണമെന്നത് ഭക്തരുടെ പ്രദർശനത്തിനപ്പുറത്ത് ഭക്തിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഉത്സവ പറമ്പുകളിൽ ആന ഇടുന്നതും മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതും കേരളക്കാർക്ക് പുത്തിരിയല്ല. ആ കലാരൂപം ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രകൃതിയെ വനത്തിൽ കഴിയേണ്ട ആനകളെ കഠിനമായ വെയിലിൽ മണിക്കൂറുകളോളം നിർത്തിച്ച് ചെണ്ടമേളത്തിന്റെയും കരിമരുന്നിന്റെയും ശബ്ദം സഹിക്കവയ്യാതെ മാനസിക സമ്മർദ്ദത്തിലാവുന്ന ആനകൾ മനുഷ്യജീവൻ ചവിട്ടി അരക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് ആനയെ എഴുന്നള്ളിക്കുന്നത് നിരോധിച്ചുകൂടാ എന്നാണ് സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം. പലതും അന്വേഷിച്ച് കണ്ടെത്തിയ മുൻഗാമികളുടെ ജീവിതം തന്നെയാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. എന്നാൽ ഇന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കുന്ന ശാശ്വത പരിഹാരവുമായി വന്നിരിക്കുകയാണ് സമസ്തയിലൊരു പണ്ഡിതൻ. ഇന്നത്തെ ഹീറോ അയാൾ തന്നെയാണ്. കാണാം. സമയം 10:30. ഇത് മമ്പുറന്നങ്ങളുപ്പാപ്പാന്റെ വടിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് മമ്പുറന്നങ്ങളുപ്പാപ്പാന്റെ കാലത്ത് മമ്പുറന്നങ്ങളുപ്പാപ്പ ഉപയോഗിച്ചിരുന്ന വടി. ഇത് മർക്കസുലുമ ദർസ് അലനല്ലൂരിലാണ്. ഇപ്പം അവിടുത്തെ വിദ്യാർത്ഥികൾ പറയാണ്, ഉസ്താദെ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും, ഞങ്ങളുടെ ദർസിൽ മമ്പുറന്നങ്ങളുപ്പാപ്പാന്റെ വടി ഉണ്ട്. ഇത് അലനല്ലൂർ ജുമാ മസ്ജിദിലാണ്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട അൻവർ ഉസ്താദ്, അൻവർ ബാക്കവി ഉസ്താദ്, ഞങ്ങളുടെ മർക്കസുലുമ ദർസിലെ ഒക്കെ മെയിൻ മുദരിസ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദാണ്. ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ മമ്പുറന്നങ്ങളുപ്പാപ്പാന്റെ ഒരു മരക്കഷ്ണമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിനെ കുറിച്ച് ഉസ്താദ് തന്നെ പറഞ്ഞു തരും. ഉസ്താദ് ഇത് സംഭവം എങ്ങനെയാണ്? ഇത് പറഞ്ഞാല് ഈ പള്ളിക്ക് ഒരു 500 ചില്ലാൻ വർഷത്തെ പഴക്കമുണ്ട്. അപ്പൊ അത് മമ്പുറന്നങ്ങളുടെ കാലത്ത് ഇവിടെ പള്ളി രാത്രിയിൽ ഇശാസ്കാരം കഴിഞ്ഞ് പോയാല് പിന്നെ സുബൈക്ക് വരുമ്പോൾ പള്ളി പൊളിഞ്ഞെടുക്കുക. അന്നൊക്കെ ഓലന്റെ എന്തായിരിക്കും, പള്ളി ആയിരിക്കുമല്ലോ. അപ്പൊ വന്യമൃഗങ്ങൾ വന്ന്, ആന പോലത്തെ വന്യമൃഗങ്ങൾ വന്നിട്ട് പള്ളി പൊളിഞ്ഞെടുക്കുന്ന അവസ്ഥകൾ അങ്ങനെ പല തവണകളായി കണ്ടപ്പോ അന്നത്തെ ആളുകൾ മമ്പുറത്തങ്ങളെ കാലത്തായതുകൊണ്ട് തന്നെ തങ്ങളെ പോയി കണ്ട്, ഇങ്ങനെ ഒരു ശല്യം ഞങ്ങൾക്കുണ്ട്, ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, എന്തെങ്കിലും ഒന്ന് നിങ്ങൾ പരിഹാരം തരണം എന്ന് പറഞ്ഞപ്പോ മൂപ്പര് ഉപയോഗിക്കുന്ന ഒരു വടിയാണ് ഈ വടി. ആ വടി ഉപയോഗിച്ച വടി. ഈ വടി എന്ത് ചെയ്തു കൊടുക്കുകയും അതോടുകൂടെ മൂപ്പര് അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിന്റെ കഷ്ണാണ് ഈ കഷ്ണം എന്ന് പറഞ്ഞത്. ഇതും കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഇതും കൊടുത്തിട്ട് അത് കൊണ്ടുവച്ചാൽ മതി, ഇൻഷാ അല്ലാഹ് പരിഹാരം ആയിക്കോളും എന്നുള്ള ആ ഒരു വാക്കില് ഇത് ഇവിടുത്തെ അന്നത്തെ കാരണവന്മാരായ ആളുകൾ കൊണ്ടെന്ന് വെച്ചാൽ അതിനുശേഷം ഒരു പ്രയാസങ്ങൾ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസം ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ മഹല്ലത്തിൽ അതിന്റെ ഒരു ബറക്കത്തും അതിന്റെ ഒരു റാഹത്തും ഈ മഹല്ല് നിവാസികളിലൊക്കെ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് നമ്മളൊക്കെ കാണുന്നുണ്ട്. സമസ്ത 100ാം വാർഷിക പ്രചരണത്തില് നമ്മള് മർക്കസുലുമ ദർസ് അലനല്ലൂരിലെത്തിയപ്പോ ഇങ്ങനെയൊക്കെ നമ്മൾ തേടി ഇറങ്ങിയപ്പോഴല്ലത് നമ്മൾ അറിയുന്നത്. സത്യം, ഇയാൾ ഇതൊക്കെ തേടി ഇറങ്ങിയതുകൊണ്ടല്ലേ ഇത്ര അത്ഭുത സിദ്ധിയുള്ള ഒരു വടി കേരളത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. ഇയാൾക്കൊരു നൊബേൽ സമ്മാനം കൊടുക്കണം. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആനയെ എഴുന്നള്ളിക്കാൻ പെർമിഷൻ എടുക്കുന്നവര് അലനല്ലൂരിലുള്ള ഈ ദർസ് പോയിട്ട് ആ വടി ഒരു 2 ദിവസത്തിന് വാടകയ്ക്ക് എടുക്കണം. പള്ളിക്ക് അതൊരു വരുമാനവും പൂരത്തിന് വരുന്ന ആളുകൾക്ക് ആ വടിയെ പൂജിക്കാനുള്ള ഒരു അവസരം കിട്ടും. മുടിയിട്ട് വെള്ളമായാൽ, വടി മുക്കിയ വെള്ളമായാൽ കുഴപ്പമുണ്ടോ? മതി, ആ വടി മുക്കിയ വെള്ളമായാലും മതി. വന്യജീവികളുടെ ആക്രമണത്തിൽ ഒരുപാട് ജീവൻ കേരളത്തിൽ പലയിടത്തായി പൊലിയുന്നുണ്ട്. അവിടെയൊക്കെ ഈ വടിമുക്കിയ വെള്ളം ഒരു മൊന്തയിൽ കൊണ്ടുപോയി വെച്ച് മനുഷ്യജീവൻ രക്ഷിക്കണമെന്നും ഈ മൊയ്ന്ത് വലിയർക്ക് സർക്കാർ തലത്തിൽ ഒരു അവാർഡ് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശുഭദിനം.